ഈവൺ ഒരു 10th കഴിഞ്ഞ അല്ലെങ്കിൽ +2 കഴിഞ്ഞ കുട്ടിക്ക് എങ്ങനെ ഗ്രാസ്പ് ചെയ്യാം, അല്ലെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിലായിരിക്കും നമ്മുടെ സിലബസ്. ആ ഹെൽത്ത് സെക്ടറിനെ ആ 24/7 വർക്ക് ചെയ്യാനായിട്ട് ഒരു ബാക്ക് ബോൺ ആയിട്ട് നിന്നത് നമ്മുടെ ലോജിസ്റ്റിക് സെക്ടർ തന്നെയാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ആ ഒരു എറയിലുണ്ട്. അതിനുശേഷവും ഇനിയും ഡെവലപ്മെന്റ്സ് അതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സിക്യൂട്ടീവ് ലെവലിൽ നിന്ന് അവർക്ക് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു യൂണിറ്റ് ഹെഡിലേക്ക് വരെയുള്ള ആ ഒരു എക്സ്പേർട്ട് ആവാനുള്ള ചാൻസസ് ആണ് അവർക്ക് അവിടെ കിട്ടുന്നത്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജു ഗോപിനാഥ്, മാനേജിംഗ് ഡയറക്ടർ ടെക്സ്ചർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കേരള, തമിഴ്നാട്, തെലുങ്കാന. ഞാനിപ്പോൾ ഇന്ന് ഈ ഡിസ്കഷനിൽ വന്നത് നമ്മൾ ഈ സ്കിൽ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ലോജിസ്റ്റിക്സ് സ്കിൽ കോഴ്സസ്. അപ്പോൾ ലോജിസ്റ്റിക്സിൻ്റെ സർട്ടിഫിക്കേഷൻ, ഡിപ്ലോമ, PG ഡിപ്ലോമ കോഴ്സസ് വർഷങ്ങളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. 2010 ഓൺവേർഡ്സ് നമ്മൾ ഈ ട്രെയിനിങ് ലോജിസ്റ്റിക്സിലുണ്ട്. അപ്പോൾ ധാരാളം സ്റ്റുഡൻസ്, പ്രൊഫഷണൽസ്, വർക്കിംഗ് പ്രൊഫഷണൽസ്, ഫ്രഷേഴ്സ് ഈ മറ്റുള്ള കോഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലോജിസ്റ്റിക്സിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു സജഷൻസ് ജസ്റ്റിനെ പറയാൻ പറ്റുമോ? അതിന് ജസ്റ്റിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ. ഓക്കെ, ഐ എം ജസ്നീൻ, ലോജിസ്റ്റിക്സ് ഫാക്കൽറ്റി, ടെക്സ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി. സാർ ചോദിച്ച ക്വസ്റ്റ്യൻ ലോജിസ്റ്റിക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലേ, ഈ ഒരു ഏരിയയിൽ സ്റ്റുഡൻസ് കൂടുതലും ലോജിസ്റ്റിക്സ് ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ പ്രോഡക്ട്സും നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് പല സ്റ്റേജസിലൂടെ കടന്നിട്ടാണ്. അതായത് ഒരു പ്രൊഡക്ഷൻ തുടങ്ങി അത് എൻഡ് കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ അത് ഓരോ സ്റ്റേജസിലൂടെ കടന്നു വരുന്നുണ്ട്. ഈ എൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത് ഒരു ലോജിസ്റ്റിക്സ് ഫുള്ളി ആ ഒരു ലോജിസ്റ്റിക്സ് ചെയ്യുന്ന ആ പ്രോസസ്സുകളാണ്. അതായത് ഒരു പ്രൊഡക്ഷൻ തുടങ്ങി അത് എൻ്റെ കസ്റ്റമറിലേക്ക് എത്തി അത് യൂസ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ. അപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സാധനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അത് എന്താണെന്നുള്ളത് അതിൻ്റെ ഡിമാൻഡ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യണം. മാർക്കറ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് എന്തായിരിക്കും, ആ ഡിമാൻഡിൽ വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി വരാം, അതിൻ്റെ പ്രൈസ് വരാം, അത് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് ക്വാളിറ്റി ആയിട്ട് നമുക്ക് എങ്ങനെ ആ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാം, അതാണ് ഡിമാൻഡ് പ്ലാനിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രൊക്യൂർമെൻ്റ് ആണ്, പ്രൊക്യൂർമെൻറ്റ് പർച്ചേസിങ്. അതായത് ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് പർച്ചേസ് ചെയ്യണം. അത് നമ്മൾ വേറെ കൺട്രീസിൽ നിന്നൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു സാധനം നമ്മൾ വാങ്ങിച്ച് അത് പർച്ചേസ് ചെയ്ത് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇൻവെൻട്രി, ഈ പറയുന്ന റോ മെറ്റീരിയൽസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ വെയർഹൗസ് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻവെൻട്രി മാനേജ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അത് അതിന് ഫൈനൽ പ്രോഡക്റ്റ് ആയതിനു ശേഷം നമ്മൾ വെയർഹൗസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ സ്റ്റേജസിലൂടെ കടന്നു വരുമ്പോഴും അത് ആ ലോജിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്, ഓപ്പർച്യൂണിറ്റീസ് ആണ്. അത്രയും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ മേഖലകളിലെല്ലാം സ്റ്റുഡൻസിനൊരു ഇമ്പോർട്ടൻസ്, സ്റ്റുഡൻസിനൊരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണ്. അതുപോലെ തന്നെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഫേസ് ചെയ്ത ഒരു പാൻഡമിക് ആണ് കോവിഡ് എന്ന് പറയുന്നത്. ആ ഒരു കോവിഡിൻ്റെ ടൈമിലും ഹെൽത്ത് സെക്ടർ വർക്ക് ചെയ്യുന്ന ഒരു 24/7 ഹെൽത്ത് സെക്ടറാണ് വർക്ക് ചെയ്തത്. ബാക്കി എല്ലാ സെക്ടേഴ്സും അവിടെ ഷട്ട് ഡൗൺ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് പോയപ്പോഴും ആ ഹെൽത്ത് സെക്ടറിനെ ആ 24/7 വർക്ക് ചെയ്യാനായിട്ട് ഒരു ബാക്ക് ബോൺ ആയിട്ട് നിന്നത് നമ്മുടെ ലോജിസ്റ്റിക് സെക്ടർ തന്നെയാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ആ ഒരു എറയിലുണ്ട്. അതിനുശേഷവും ഇനിയും ഡെവലപ്മെൻറ്റ്സ് അതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന AI, ഡ്രോൺസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഡെലിവറി, അതുപോലെ തന്നെ ഓട്ടോമേഷൻ, ഇതെല്ലാം ലോജിസ്റ്റിക്സിനെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാനും കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അതൊക്കെ തന്നെയാണ് സ്റ്റുഡൻസ് ആ ഒരു മേഖലയിലേക്ക് കൂടുതൽ അത് ചൂസ് ചെയ്യാനുള്ള റീസൺ ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും ഈ ഫാർമേഴ്സ് ടു എൻഡ് യൂസേഴ്സ്, അതെ, കർഷകരിൽ നിന്നും കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ടെക്നോളജീസ് ശരിക്കും പറഞ്ഞാൽ ഈ കോവിഡ് ടൈമിൽ ഡെവലപ്പ് ചെയ്തു. അതെ, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വന്നത് ഈ ലോജിസ്റ്റിക്സ് എന്നുള്ള ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം, അത് കാണുന്നുണ്ട്. അപ്പോൾ ഈ കൊമേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ സംവിധാനമാണെന്ന് വേണമെങ്കിൽ പറയാമല്ലേ? അതെ, കാരണം അത് ധാരാളം ആളുകൾ യൂസ് ചെയ്യുകയും അതുകൂടെ ധാരാളം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ലോജിസ്റ്റിക്സിന് ഒരു ഇമ്പോർട്ടൻസ് അവിടെ കാണുന്നുണ്ട്. അതും ജസ്റ്റ് പറഞ്ഞതിനകത്ത് ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. പിന്നെ കേരളത്തിൽ ഇപ്പം ഒരുപാട് റോ മെറ്റീരിയൽസ്, എസ്പെഷ്യലി നമ്മളുടേതായ രീതിയിലുള്ള ഒരുപാട് ഇപ്പോൾ സ്പൈസസ്, അതേപോലെ തന്നെ കാഷ്യൂ നട്ട്സ്,
അതേപോലെ ബനാന പ്രോഡക്ട്സ് തന്നെ, അതുപോലെ തന്നെ കോക്കനട്ട് പ്രോഡക്ട്സ്, അതേപോലെ തന്നെ ഒരുപാട് വെർട്ടിക്കലിലുള്ള ഒരു സ്റ്റേറ്റാണ് നമ്മളെ സംബന്ധിച്ച് നാച്ചുറൽ റിസോഴ്സ് ഉള്ളൊരു സ്റ്റേറ്റാണ്. പിന്നെ അടുത്തൊരു സെക്ഷനാണ് ടൂറിസം. അപ്പം ഈ നാച്ചുറൽ റിസോഴ്സ് ഉള്ള ഒരു ഇത്രയും ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതകളുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് വിദേശത്തോട്ട് പല രാജ്യങ്ങളിലോട്ടും കയറ്റുമതി ചെയ്ത് ഒരു വലിയ മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മലയാളികൾ എല്ലാ സ്ഥലത്തും താമസിക്കുന്നു, എല്ലാ രാജ്യങ്ങളിലും. അപ്പോൾ ഇവിടത്തേക്ക് നമ്മളുടെ പ്രോഡക്റ്റുകൾ മലയാളികൾക്ക് അവിടെ എത്തിക്കാനായിട്ട് ലോജിസ്റ്റിക്സ് തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട്, ഇല്ലേ? അതും ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അക്കാഡമിക് പോയിന്റ് ഓഫ് വ്യൂ, ഒരു വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് എങ്ങനെ കൊണ്ടുവരാൻ നമ്മളുടെ പാഠ്യപദ്ധതികളും, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ധാരാളം ആളുകൾ, കുട്ടികൾ പുറം രാജ്യങ്ങളിലോട്ട് ഈ സപ്ലൈ ചെയിൻ കോഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടായിരിക്കാൻ പോകുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പോൾ അതിനകത്ത് എന്തുകൊണ്ടാണ് അവരത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം? അതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഈ മേഖലകളിലെല്ലാം നമുക്ക് കിട്ടുന്നത്. ഇപ്പം എഞ്ചിനീയറിംഗ് ആണെങ്കിലും ബാക്കി എല്ലാ കോഴ്സുകളും, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചാലും ആ ഒരു മേഖലയിലാണ് ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്. പക്ഷേ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എല്ലാ സെക്ടേഴ്സിലും എല്ലാ ഏരിയസിലും കിടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് മേഖല വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും. അതുകൊണ്ടായിരിക്കാം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസ് വരെ ലോജിസ്റ്റിക്സ് പഠിക്കാനായിട്ട് വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ടെക്നിക്കൽ മേഖലയിൽ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഈ ഫ്യൂവൽസ്, ഈവൻ പെട്രോളിയം പ്രോഡക്ട്സുകൾ ട്രാൻസ്പോർട്ടേഷൻ വരുന്നുണ്ട്. ഈ സൈറ്റുകളിലാണെങ്കിൽ തന്നെ ധാരാളം എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, അതെല്ലാം ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖലയിൽ ഇതിനകത്ത് പലതരത്തിലുള്ള കുട്ടികൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. SSLC കഴിഞ്ഞ ഒരു ഡിഗ്രി, +2 അങ്ങനെ പല കമ്പാരിസൺ ഇല്ലാതെ ഈ ചെറിയ കോഴ്സ് കൊണ്ട് ഈ പെട്ടെന്ന് അവർ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാവർക്കും ഒരേപോലെ അത് യൂസ് ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടോ? 10th കഴിഞ്ഞ പിള്ളേർക്കും നമുക്ക് കൊടുക്കാം. അത് സിലബസ് അനുസരിച്ചിട്ടാണ്. അതായത് 10th കഴിഞ്ഞ ഒരു കുട്ടിയാണ് ലോജിസ്റ്റിക്സ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് തുടങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അത് ഒരു 1 year ഡിപ്ലോമ എടുക്കുകയാണെങ്കിൽ എൻ്റയർ ഏരിയ കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ പിള്ളേരാണെങ്കിൽ അവർക്കും 1 year കോഴ്സും ചൂസ് ചെയ്യാം, 6 month PG സർട്ടിഫിക്കേഷൻസും ഒക്കെ ചൂസ് ചെയ്യാം. പിന്നെ ഇതിലൊരു ഇമ്പോർട്ടൻസ് വരുന്നത് സർട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളിലാണ്. അതായത് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും അക്രഡിറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് എടുക്കണം. അത് ഇമ്പോർട്ടൻസ് ആണ്. നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമ്പോൾ അവർ ആ സർട്ടിഫിക്കേഷൻസ് എന്താണ്, അത് ഇൻ്റർനാഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആണോ എന്ന് കൂടി അവരത് വെരിഫൈ ചെയ്തതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ ഈ കൊമേഴ്സ്, ഷിപ്പിംഗ്, അതുപോലെ തന്നെ ഞാൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അല്ല പറയുന്നത്, കൊമേഴ്സ്, ഷിപ്പിംഗ്, അതുപോലെ തന്നെ റീറ്റെയിലും, അതുപോലെ തന്നെ വെയർഹൗസും, ഇങ്ങനെയുള്ള മേഖലയിൽ ഏറ്റവും കൂടുതൽ ചിലർ സ്പെഷ്യലൈസ് ചെയ്ത് വെയർഹൗസ് മാത്രമായിട്ട് വരുന്നവരുണ്ട്, ചിലരാണ് ഷിപ്പിംഗ് മാത്രമായിട്ട് ഇൻട്രസ്റ്റ് കാണിച്ചവരുണ്ട്. ചിലയിടത്ത് പല കോഴ്സിൻ്റെയും ടൈറ്റിൽ ശരിക്കും ഒരു ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണ് കോഴ്സ് എന്നെങ്കിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ടെങ്കിൽ പലയിടത്തും ചില സ്ഥാപനങ്ങൾ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്, പോർട്ട് മാനേജ്മെൻറ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, അത് ഒരു കൺഫ്യൂഷൻ മാർക്കറ്റിൽ ഉണ്ടാക്കുന്നില്ലേ ഇപ്പോൾ? ആക്ച്വലി ലോജിസ്റ്റിക്സ് അറിയാത്ത ഒരാളാണെങ്കിൽ സാർ പറഞ്ഞ പോലെ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ ഇതെന്താണ്, എല്ലാം ഡിഫറെൻ്റ് ആണോ, അല്ലെങ്കിൽ ഇതെല്ലാം സെപ്പറേറ്റ് കോഴ്സസ് ആണോ എന്ന് അവർക്ക് ഡൗട്ട് വരാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ആ കോഴ്സ് മോൾഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ പോർട്ട് മാനേജ്മെൻ്റ് ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും വെയർഹൗസ് ആണെങ്കിലും അങ്ങനെ ഒരു 7 മോഡ്യൂൾസോളം നമ്മളൊരു ബേസിക്സിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഒരു സിലബസ് മോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള കോഴ്സ് അവർക്ക് ഏത് ചൂസ് ചെയ്യണം എന്ന് വേണമെങ്കിലും അവർക്ക് ഈ ഒരു 7 മോഡ്യൂൾസ് കവർ ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും. എനിക്ക് പോർട്ട് മാനേജ്മെൻ്റ് ആണോ കവർ ചെയ്യേണ്ടത്, കൂടുതലായിട്ട് സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് അതാണോ, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലേക്കാണോ ഞാൻ പോകേണ്ടത്, അങ്ങനെ ഒരു ഐഡിയ കിട്ടാനും ഈ ഒരു ബേസിക്സ് അവരെ ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും ഗുഡ് ഇൻഫർമേഷൻ. പിന്നെ അതേപോലെ ഈ വർക്കിംഗ് പ്രൊഫഷൻസ് ധാരാളം ഇപ്പം ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. കാരണം ഈ ജോലി ചെയ്ത് 20 വർഷം അല്ലെങ്കിൽ 15 വർഷമായിട്ട് പല ഫീൽഡിൽ വർക്ക് ചെയ്തൊരു പെട്ടെന്നൊരു മാറ്റം വരുത്തി ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അതിന് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടൊരു ട്രെയിനിങ് പോയിന്റ് ഓഫ് വ്യൂ കാണാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് തന്നെ സ്റ്റുഡൻസ് ഉണ്ട് സാർ, ഈ പറഞ്ഞ പോലെയുള്ള അവർ വേറെ മേഖലയിൽ വർക്ക് ചെയ്തിട്ട് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ലോജിസ്റ്റിക്സിനെ കുറിച്ച് അറിയാനും അതിൻ്റെ ഈ വാസ്റ്റായിട്ട് കിടക്കുന്ന ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അറിയാനും
ഇടവരുന്നത്. അപ്പോൾ അവർ നമ്മളെ വിളിച്ച് പല എൻക്വയറീസും വരാറുണ്ട്. ഇതുപോലെ ഞാനിങ്ങനെ ഈ ഒരു ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് ജോബ് ഷിഫ്റ്റ് ചെയ്യണം. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ ലോജിസ്റ്റിക്സ് പഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അവർ ആ വർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ലോജിസ്റ്റിക്സ് പഠിക്കുകയും അതിനുശേഷം ഈ ഒരു മേഖലയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യുന്ന ഒത്തിരി സ്റ്റുഡൻസ് നമുക്കുണ്ട്. ഈ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് വ്യവസ്ഥയിൽ, ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പുറത്ത് ജോലിക്ക് പോകുന്നതിനകത്ത് ഈ സപ്ലൈ ചെയിനിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. പഠിക്കാനായിട്ട് വിദ്യാർത്ഥികൾ പോകുന്നതിനകത്താണെങ്കിലും സപ്ലൈ ചെയിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. കൂടാതെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ധാരാളം ഇപ്പം വിഴിഞ്ഞം പോർട്ട് വരുന്നത്, ഇപ്പം തിരുവനന്തപുരത്ത് ഏറ്റവും വളരെ ഭംഗിയായിട്ട് അദാനി ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കന്യാകുമാരി, അതേപോലെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന കന്യാകുമാരിയാണ്. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഒരു ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കൊച്ചി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ധാരാളം വെയർ ഹൗസുകൾ, അതേപോലെ ധാരാളം ഷിപ്പിംഗ് കമ്പനീസ്, ധാരാളം ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനീസ്, ധാരാളം ട്രാൻസ്പോർട്ടേഷൻ കമ്പനീസ്, അങ്ങനെ പല സെക്ടറിൽ ഈവൻ റീറ്റെയിൽസ് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് പെട്ടെന്നൊരു പോർട്ട് ട്രിവാൻഡ്രം വരുമ്പോൾ നമ്മളുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഓപ്പണിംഗ് ആയിട്ട് ഒരുപാട് കുട്ടികൾക്കോ അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുമോ? തീർച്ചയായും. കാരണം നമ്മുടെ ടെക്ഷോറിൻ്റെ ബ്രാഞ്ചസ് തന്നെ എല്ലാ മിക്ക ഡിസ്ട്രിക്റ്റുകളും നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്. അവിടെ നിന്ന് പല സ്റ്റുഡൻസും നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിനിൽ പഠിക്കുകയാണെങ്കിലും അവർ കൊച്ചിനിലുള്ള സ്റ്റുഡൻസ് മാത്രമല്ല, കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം പോർട്ടിൽ ഓപ്പർച്യൂണിറ്റീസ് വരികയാണെങ്കിൽ തീർച്ചയായും അവർക്കത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയായിരിക്കും വരുന്നത്. പിന്നെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ, വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ആക്ച്വലി ഒരു പോർട്ട് ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ആക്സസിബിലിറ്റി നോക്കും. നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കൊച്ചിൻ പോർട്ടിൽ ആക്ച്വലി ഓപ്പറേഷൻസ് കുറയാനുള്ള ഒരു കാര്യവും, അതുപോലെ തന്നെ ആ ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു പോർട്ടിലേക്ക് ഒരു മദർഷിപ്പ് വരണമെങ്കിൽ അതിൻ്റെ ഡെപ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇവിടെ ഡെപ്ത് ആക്ച്വലി ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഡ്രഡ്ജിങ് ചെയ്തെടുത്ത ഡെപ്താണ്. പക്ഷേ വിഴിഞ്ഞം പോർട്ടിൻ്റെ കേസ് വരുമ്പോൾ ഓൾറെഡി അവിടെ ആർട്ടിഫിഷ്യലായിട്ടൊന്നുമല്ല, അവിടെ നാച്ചുറലി ഒരു ഡെപ്ത് ഉണ്ട്. അപ്പോൾ ഈ ഡ്രഡ്ജിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സെഡിമെൻറ്റ്സ് വന്ന് അടിയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം നമ്മൾ വീണ്ടും ഈ സെഡിമെൻറ്റ്സിനെ റിമൂവ് ചെയ്ത് അവിടെ ആഴം കൂട്ടണം, എന്നാൽ മാത്രമാണ് വെസൽസ് വന്ന് അടുക്കുള്ളൂ. അപ്പോൾ ഈ ഡ്രഡ്ജിങ്ങിന് വരുന്ന കോസ്റ്റ് അത് ആ പോർട്ടിൻ്റെ ഓപ്പറേഷൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വിഴിഞ്ഞം പോർട്ടിൽ നമുക്ക് അങ്ങനെ ഒരു എക്സ്ട്രാ കോസ്റ്റ് വരുന്ന ഒരു ഫാക്ടർ ഇല്ല. അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് റെയിൽ വഴിയാണെങ്കിലും റോഡ് വഴിയാണെങ്കിലും ഒക്കെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയും കൂടി ആയതുകൊണ്ട് നമുക്കിപ്പോൾ കൊച്ചിൻ പോർട്ടിൽ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് അവിടെ ഓപ്പറേഷൻസ് വരാനും ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അത് സ്റ്റുഡൻസിനും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൊച്ചി പോലെ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് ട്രിവാൻഡ്രം വരുന്നു എന്നുള്ളതാണ് ജസ്റ്റ് സംസാരിക്കുന്നത്. വളരെ വലിയൊരു ഇൻഫർമേഷനാണ്. തീർച്ചയായിട്ടും അടുത്തൊരു പ്രധാനപ്പെട്ട ഡിസ്കഷനിൽ നമുക്ക് വരേണ്ടത്, നമ്മൾ ഈ ഒരു സൈഡ് നമ്മൾ പറഞ്ഞു മലബാർ എന്നുള്ളൊരു ഏരിയ നമ്മൾ തിരിക്കുകയാണ്. ഇനി അടുത്തത് വേറൊരു സൈഡ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് മാർക്കറ്റ് കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ എക്സ്പോർട്ടിലേക്ക് ധാരാളം, ഇമ്പോർട്ടിനേക്കാളും കൂടുതൽ എക്സ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇമ്പോർട്ടിൽ ഇപ്പം ഇന്ത്യയിൽ മാനുഫാക്ചറിങ് സ്ഥാപനങ്ങൾ കൂടുതൽ വരുന്നുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് നമ്മളുടെ ഈ പറഞ്ഞ കരിക്കുലത്തിനകത്താണേലും ഈ ആഡ് ഓൺസിലൊക്കെ ഒരു സ്പെഷ്യാലിറ്റീസ് നമുക്ക് കൊടുക്കുന്നില്ലേ സ്റ്റുഡൻസുമായിട്ട് സംബന്ധിച്ച്? നമ്മളുടെ ഒരു കണക്കൂട്ടലിൽ നിന്നും എടുത്ത അക്കാഡമിക് ടീം എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഈ SAP അതുപോലെ തന്നെ ലാംഗ്വേജ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇൻറ്റേൺഷിപ്സ്, അതെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മൾ ഏതൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ആൾക്കൊരു കോൺഫിഡൻ്റ് ആയിട്ടൊരു ഇൻ്റർവ്യൂവിൽ പോകാനും അപ്പിയർ ചെയ്യാനും ഒക്കെ വർക്ക് ചെയ്യാനാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഇതാണ് സാപ്പിൻ്റെ ക്ലാസ്സസ്, അതുപോലെ ബേസിക് ആയിട്ടുള്ള എക്സലിൻ്റെ നോളജ് എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കുന്ന ഈ കോഴ്സിനൊപ്പം തന്നെ നമ്മൾ ആഡ് ഓൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ പറയുന്ന സാപ്പ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ബേസിക് ആയിട്ടുള്ള എക്സലിൻ്റെ ക്ലാസ്സസ്.
അത് ഈ ഒരു കോഴ്സിൻ്റെ കൂടെ ഈ കോഴ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് കിട്ടുവാണെങ്കിൽ കൂടുതൽ അവർക്ക് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും ആ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഗ്രാസ്പ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ചില കാൻഡിഡേറ്റ്സിൽ നമ്മൾ കാണാറുണ്ട് കരിയർ ഗ്യാപ്പ് വന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഉദാഹരണം, അവർ പഠിച്ചത് ഒരു കോഴ്സാണെങ്കിൽ വർക്ക് ചെയ്യുന്നത് വേറൊരു ഫീൽഡാണ്. വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെ മൾട്ടിപ്പിൾ ഏരിയയിൽ വർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും പെട്ടെന്ന് അവർക്ക് ജോബ് കിട്ടാൻ പറ്റുന്ന കോഴ്സായിട്ടാണ് ലോജിസ്റ്റിക്സ് പ്രിഫർ ചെയ്യുന്നത്. ഞാനിപ്പോൾ അത് പല സ്ഥലത്തും കാണാറുണ്ട്. ചിലർ ഗൾഫിൽ നിന്ന് വന്നിട്ട് പല കാരണങ്ങളാൽ കൊണ്ട് നാട്ടിൽ വന്നിട്ട് പെട്ടെന്ന് അവർ ഷോർട്ട് ടൈമായിട്ട് പല 10-400 ചില്ലാനും കോഴ്സുകൾ മിനിമം ഉണ്ടെങ്കിൽ പോലും 400+ കോഴ്സ് ഓൾറെഡി ഷോർട്ട് ടൈം കോഴ്സിലുണ്ട്. 2500 അബോവ് സ്കില്ലിങ് ഗവൺമെൻറ് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്ത ഷോർട്ട് ടൈം കോഴ്സുകളുണ്ട്. എങ്കിൽ തന്നെയും ഇതിനെല്ലാം കമ്പയർ ചെയ്ത് ഏറ്റവും കൂടുതൽ കരിയർ ഗ്യാപ്പ് വന്ന കാൻഡിഡേറ്റ്സ് വരുന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻസ്. അതെന്താണ്, അത് കാണുന്നുണ്ടോ അങ്ങനെ? അതും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് റീസൺ. കാരണം ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് എല്ലാ മേഖലയിലും ലോജിസ്റ്റിക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏതൊരു മേഖല ചൂസ് ചെയ്യണമെങ്കിലും അവർക്ക് ആ ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിട്ടുന്നതുകൊണ്ടാണ് ആ ഒരു കരിയർ ഗ്യാപ്പ് വന്നതിന് ശേഷം പിന്നീട് അവരെടുക്കുന്ന ഡിസിഷൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുകയും ലോജിസ്റ്റിക്സിലേക്ക് വരാനുള്ള ഒരു റീസണും അത് തന്നെയായിരിക്കും. ഈ റീറ്റെയിലും വെയർ ഹൗസും കണക്ട് ചെയ്യാനായിട്ട്, അതായത് ഇപ്പോൾ വെയർ ഹൗസ്, ധാരാളം വെയർ ഹൗസുകൾ ഇങ്ങനെ കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും ഉണ്ട്. അതേപോലെ തന്നെ ഈ റീറ്റെയിൽ ശൃംഖലകൾ വലുതായിട്ട് ഇപ്പോൾ ആദിത്യ ബിർള ആയിക്കോട്ടെ, റിലയൻസ് ആയിക്കോട്ടെ, ധാരാളം സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ വന്നുകൊണ്ടിരിക്കുക. ഈ റീറ്റെയിൽ ലോജിസ്റ്റിക്സിന് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ? വെയർ ഹൗസിൽ ഓപ്പർച്യൂണിറ്റീസ് ധാരാളമായിട്ട് വരുന്നുണ്ട്. കാരണം വെയർ ഹൗസ് തന്നെ ഡിഫറെൻറ്റ് വെയർ ഹൗസുകളുണ്ട്. നമുക്ക് സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡ് വെയർ ഹൗസുകളുണ്ട്. അതായത് ചെറിയ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളതും വലിയ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളതും. ഈ വലിയ ബിസിനസ് എന്ന് പറയുന്നത് ഏക്കേഴ്സ് ആൻഡ് ഏക്കേഴ്സ് ഓഫ് ഏരിയയിൽ കിടക്കുന്ന വെയർ ഹൗസുകളാണ്. അപ്പോൾ അവിടെ തന്നെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുകളായിരിക്കും. അതായത് മെഷീൻസ് സ്റ്റോർ ചെയ്യുന്ന ഒരു സെക്ഷൻ, കോൾഡ് സ്റ്റോറേജ് വേറെ, അതുപോലെ സ്പെയർ പാർട്സ് സ്റ്റോർ ചെയ്യുന്ന വേറെ, റോ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്ന വേറെ. അപ്പോൾ ഇത്രയും സെക്ഷൻസിലും ഈ ഓപ്പർച്യൂണിറ്റീസ് കിടക്കുകയാണ്. അതായത് ഒരു എക്സിക്യൂട്ടീവ് ലെവലിൽ നിന്ന് അവർക്ക് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു യൂണിറ്റ് ഹെഡിലേക്ക് വരെയുള്ള ആ ഒരു എക്സ്പേർട്ട് ആവാനുള്ള ചാൻസസ് ആണ് അവർക്ക് അവിടെ കിട്ടുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ അക്കാഡമിക് പോളിസിയിലും ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ടല്ലോ. ഇപ്പം ഈ ഡിഫറെൻറ്റ് കരിയർ ഗ്യാപ്പുള്ള, അതുപോലെ ഡിഫറെൻറ്റ് എലിജിബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരെ ശരിക്കും പറഞ്ഞാൽ ഈ ഷോർട്ട് കോഴ്സ് കൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം 4 വർഷം അല്ലെങ്കിൽ 3 വർഷം ഒരു കോഴ്സിന് വേണ്ടി ഇയർ കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റും ഒരു +2 കഴിഞ്ഞൊരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് 6 മാസം 1 വർഷത്തെ കോഴ്സ് ചെയ്യുമ്പോൾ അത് ആ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചൊരു 3 വർഷം ബാക്ക് കിട്ടുവാണ്, അഡ്വാൻസാണ്. നേരെ മറിച്ച് എന്നിട്ട് ആ കാൻഡിഡേറ്റ് ആ 1 വർഷം കഴിയുമ്പോൾ പർട്ടിക്കുലറായിട്ട് ഇമ്മീഡിയറ്റ്ലി എക്സ്പീരിയൻസ് ആവുന്നു. അടുത്ത കമ്മ്യൂണിറ്റി പോകുമ്പോൾ ആ ഏജ് ഗ്യാപ്പിൽ, അതായത് ചെറിയ ഏജിൽ തന്നെ ഒരു വലിയ സാലറിയിലോട്ട് ഒരു 4 ഇയർ കഴിയുന്ന ഗ്യാപ്പിലുണ്ടാവുകയാണ്. അതെ. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ഈ ഷോർട്ട് ടൈം എഡ്യൂക്കേഷൻ കോഴ്സിന്, അതായത് എസ്പെഷ്യലി മോസ്റ്റ് ഡിമാൻഡിങ് പ്രോഗ്രാമിന് സാധിക്കുന്നുണ്ടോ? തീർച്ചയായും. നമ്മുടെ ഇവിടെ വരുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അവർ +2 കഴിഞ്ഞ് ഒരു 1 ഇയർ കോഴ്സ് ചൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ കറസ്പോണ്ടൻസ് ആയിട്ട് അവർ ഡിഗ്രി ചെയ്യും. അപ്പോൾ അവർക്ക് അത് സേവ് ചെയ്യാൻ പറ്റുക, ആ ടൈം സേവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ഒരു ഡിഗ്രി ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു ലോജിസ്റ്റിക്സിലും അവർ പ്രൊഫഷണൽ എന്നുള്ള ലെവലിലേക്ക് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ടൈം സേവ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോകണമെങ്കിലും ഈ രീതിയിൽ അവർക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു ഇതാണ് ഇൻഫർമേഷൻ. കാരണം അവർക്ക് കോഴ്സിൻ്റെ കൂടെ തന്നെ ഡിഗ്രി ചൂസ് ചെയ്യുകയും ചെയ്യാം, ചെയ്യേണ്ടവർക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം, പാർട്ട് ടൈം ജോബ് ചെയ്യേണ്ടവർക്ക് ജോബ് ചെയ്തിട്ട് കോഴ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഷോർട്ട് ടൈം കോഴ്സിനുള്ള പ്രത്യേകത. എസ്പെഷ്യലി ലോജിസ്റ്റിക്സ് പോലത്തെ കോഴ്സിനകത്ത് ലോജിസ്റ്റിക്സ് തന്നെ മേഖലയിൽ തന്നെ പാർട്ട് ടൈം ജോബ് ചെയ്യാനുള്ളൊരു മറ്റുള്ള കോഴ്സിൽ നിന്ന് വ്യത്യസ്തമാണ് ചെയ്യാൻ സാധിക്കും. കാരണം അതേപോലത്തെ ഒരു ഇൻഡസ്ട്രി നമുക്കിവിടെ ഉണ്ട്. അതേപോലെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പുറത്ത് പോയി ഒരു എക്സ്പീരിയൻസ് എടുക്കേണ്ട ആവശ്യമില്ല. കേരളത്തിന് പുറത്തോട്ട് പോകാതെ തന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ആക്കി പോകാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാനും കാണുന്നുണ്ടായിരുന്നത്. പിന്നെ നമുക്കിതിനകത്ത് ഈ സർട്ടിഫിക്കേഷൻ ഡിപ്ലോമ, അങ്ങനെ PG ഡിപ്ലോമ, അത് ഒരു കമ്പാരിസണിനകത്ത് എന്താണ് ജസ്റ്റിൻ്റെ സജഷൻ എന്താണ്? അതായത് ഇപ്പോൾ ചിലർ വരുമ്പോൾ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചിലർ ചൂസ് ചെയ്യാറുണ്ട്, ചിലർ ഡിപ്ലോമ ചൂസ് ചെയ്യാറുണ്ട്, ചിലർ പ്രൊഫഷണൽ ഡിപ്ലോമ ചൂസ് ചെയ്യാറ്, ചിലർ പിന്നെ PG ഡിപ്ലോമ നമുക്ക് മാറ്റി വെക്കാം, അതിലോട്ട് നമ്മൾ പോകണ്ട, അത് പിന്നെ ഡിഗ്രി ബാക്കപ്പ് വേണമല്ലോ.
അപ്പോൾ അതിനകത്ത് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആ കോഴ്സിൻ്റെ ടൈറ്റിലിൻ്റെ കൊണ്ടോ കാൻഡിഡേറ്റിന് കിട്ടേണ്ട നോളജിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? ഇല്ല, കാൻഡിഡേറ്റിന് കിട്ടുന്ന നോളജ് അത് ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഡിപ്പെൻസ് ഓൺ ദ നീഡ്സ്, അവരുടെ നീഡ്സ് അനുസരിച്ചും അവരുടെ ടൈം അനുസരിച്ചിട്ടും അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുമാണ് ഈ പറയുന്ന സർട്ടിഫിക്കേഷൻസിൽ ഡിഫറൻസ് വരുന്നത്. പക്ഷേ അവർ ഗെയിൻ ചെയ്യുന്ന നോളജ് സെയിം തന്നെയായിരിക്കും. അങ്ങയുടെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ ഏറ്റവും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് നമുക്കിത് കാണാൻ പറ്റുമോ? ടെക്സ്ചറിലെ ഒരു ട്രെയിനിങ് പോയിന്റ് ഓഫ് വ്യൂ ട്രെയിനറായിട്ട് വന്നതിന് ശേഷം? തീർച്ചയായും ഈ ടെക്സ്ചർ കൊടുക്കുന്ന ആ ഒരു കോഴ്സ് സിലബസ് അവർ മോൾഡ് ചെയ്തിരിക്കുന്നതും കൊടുക്കുന്ന ആഡ് ഓൺ കോഴ്സസിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും അവർക്ക് കൊടുക്കുന്ന എക്സ്പെർട്ടൈസ് നോളജ് അല്ലെങ്കിൽ എക്സ്പേർട്ട് ടോക്കിൻ്റെ രീതിയിലാണെങ്കിലും ഒക്കെ സ്റ്റുഡൻസിന് ഗെയിൻഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ടെക്സ്ചർ കോഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ മാർക്കറ്റിൽ ഒരുപാട് സ്ഥാപനങ്ങളുള്ളതിൽ നിന്നും നമുക്ക് ഒരുപാട് മൊണോപ്പൊളി ആയിട്ടോ അല്ലെങ്കിൽ യൂണീക്കായിട്ട് നമുക്ക് പറയാനായിട്ട് എന്തെങ്കിലും? നമ്മുടെ ബ്രാൻഡിൻ്റെ നെയിം തന്നെയാണ് സർ, ടെക്സ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ആ ഒരു പേര് തന്നെയായിരിക്കും. താങ്ക് യു സോ മച്ച്. അതേപോലെ നമുക്കിപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ധാരാളം കുട്ടികൾ വലിയൊരു ഫീസ് കൊടുത്തിട്ട് പുറത്ത് പോയി ഫോറിൻ കൺട്രീസിൽ പോയിട്ട് ഇതേ സെയിം സപ്ലൈ ചെയിൻ കോഴ്സ് അവിടെ പോയി ചെയ്യുവാണ്. അതായത് ഒരു മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷനോടുകൂടിയാണ് ഫോറിൻ കൺട്രീസിൽ പോയിട്ട് ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് ഈ കോഴ്സ് ചെയ്യുന്നത്. വിത്ത് പാർട്ട് ടൈം ജോബോടുകൂടി ചിലപ്പോൾ ഒരു പക്ഷേ സ്റ്റേ ബാക്ക് കിട്ടാം. പക്ഷേ ഇതിനകത്ത് ആ ഒരു പഴയ ട്രെൻഡ് അങ്ങോട്ട് മാറി പെട്ടെന്ന് ഇപ്പം ധാരാളം ആൾ പോയിട്ട് തിരിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഒരുപാട് പേര് പഠിക്കാനായിട്ട് പോയിട്ട് പല കോഴ്സുകൾ പോയിട്ട് തിരിച്ച് UK മറ്റുള്ള കാനഡ അടക്കമുള്ള റീജിയനിൽ പോയിട്ട് വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് ജോബില്ലാതെ വന്നിട്ട് വീണ്ടും സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ലോയിസിസ് ചൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ധാരാളം കാൻഡിഡേറ്റ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ പലപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്, അവരുടെ ഫ്രണ്ട്സ് അടക്കം പലരും ഈ കോഴ്സുകൾ ചെയ്തു, ഇതേ സിലബസ് തന്നെ, പക്ഷേ എടുക്കുന്നത് ഒരു ഫോറിനേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഒരു അറ്റ്മോസ്ഫിയർ ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കാം, പക്ഷേ അതേപോലെ തന്നെ കവർ ചെയ്യുന്നു എന്നുള്ളൊരു സജഷൻ വന്നിട്ടുണ്ട്. അതിനകത്തൊക്കെ അങ്ങയുടെ അഭിപ്രായം? അതെ, കറക്റ്റാണ് സാർ പറഞ്ഞത്. പിന്നെ ഒരു അടുത്തൊരു പോയിൻ്റ്, ഇതൊരു ഓൺട്രപ്രണർ ആകാനായിട്ട് താല്പര്യമുള്ളവർക്ക്, ഈ പഠിച്ച കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞൊരു ബിസിനസ്സുകാരനാകാനായിട്ട് താല്പര്യമുള്ളവർക്ക്, ഇപ്പോൾ ഈ കൊമേഴ്സിൽ ഇപ്പം ഈ ഓൺലൈൻ ഈ സംവിധാനങ്ങളൊക്കെ വരികയും അതുപോലെ തന്നെ ഈ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ഡെലിവറി സംവിധാനങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം വന്നിട്ടുണ്ട്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കൊണ്ടുവന്നൊരു ഒരു ഇതാണ്. കാരണം എല്ലാവർക്കും അവരുടെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് കസ്റ്റമറിലേക്ക് എത്താനായിട്ടുള്ള പോസ്റ്റൽ സൗകര്യമുണ്ട്. ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് ബിസിനസ്സായിട്ട് കൊണ്ടുവരാൻ ഈ ലോജിസ്റ്റിക്സ് കോഴ്സ് കഴിഞ്ഞ ആളിനെ സംബന്ധിച്ച് സാധിക്കുമോ? തീർച്ചയായും നമ്മുടെ PG കോഴ്സിൻ്റെ സിലബസിൽ അത് കവർ ചെയ്യുന്നുണ്ട്. അതായത് ഒരു കസ്റ്റംസ് ഹൗസ് ഏജൻസ് ആവണമെങ്കിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ, എക്സ്പോർട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിയിലും നമ്മുടെ കോഴ്സിൽ നമ്മൾ അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പിന് ഇപ്പോൾ ഓൾറെഡി ഫെസിലിറ്റീസ് എല്ലാം ധാരാളം ഗവൺമെൻറ് ഈ പറഞ്ഞ ഫുഡ് ഇൻഡസ്ട്രി അടക്കം മുദ്ര ലോണ്, അതുപോലെ PMEGP, അതേപോലെ ധാരാളം സ്കീമുകൾ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല സെക്ഷൻസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു കോഴ്സ് കൊണ്ട് ഒരുപക്ഷെ ഒരു എംപ്ലോയർ ആകാം ഉള്ള ഒരു സാധ്യത ജസ്റ്റിന് പറയുന്നുണ്ട്. അത് വളരെ വലിയൊരു ഇൻഫർമേഷനാണ് ഇനിവേ. പിന്നെ അതേപോലെ നമുക്ക് ഈ മാർക്കറ്റിൽ ഡിഫറെൻറ്റ് ക്ലൈമറ്റ് വരുന്നു. ഇപ്പോൾ പഴയ പോലത്തെ ഒരു വ്യത്യസ്തമായൊരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചില സമയത്ത് ചൂട് കൂടുതൽ, ചില സമയത്ത് തണുപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ധാരാളം ഈ കോൾഡ് സ്റ്റോറേജിനൊക്കെ ഗവൺമെൻറ് ധാരാളം പദ്ധതികളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്, കോൾഡ് സ്റ്റോറേജുകൾ. അപ്പോൾ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ശരിക്കും ലോജിസ്റ്റിക്സിന് മുന്നോട്ട് നമ്മൾ മുൻപേ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഈ പറഞ്ഞ സീ ഫുഡ് അങ്ങനെയുള്ള മേഖലകൾ, അതാണ് കേരളത്തിനെ സംബന്ധിച്ച് അടുത്തൊരു വലിയൊരു നാച്ചുറൽ സോഴ്സായിട്ട് പോകുന്നത്. സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് ധാരാളം നമുക്ക്, എസ്പെഷ്യലി കൊച്ചി തന്നെ നോക്കിക്കഴിഞ്ഞാൽ മറൈൻ ഫുഡ്സ് എക്സ്പോർട്ടേഴ്സ് ധാരാളമുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ ഈ എക്സ്പോർട്ട് ലെവലിലുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് ലെവലിൽ നമ്മൾ എന്തൊക്കെ മെയിനായിട്ട് കുട്ടികളെ സംബന്ധിച്ച് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്? എക്സ്പോർട്ട് ഇമ്പോർട്ട് ലെവലിൽ നമ്മൾ ബേസിക്സ് തൊട്ട്, അതായത് എല്ലാ ഈ പറയുന്ന പോർട്ട് മാനേജ്മെൻറ്റ്, വെയർഹൗസ് മാനേജ്മെൻറ്റിലെല്ലാം ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എക്സ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കവർ ചെയ്യണം, ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഗുഡ്സ് നിങ്ങൾ ഏത് കണ്ടെയ്നർ ചൂസ് ചെയ്യണം,
അല്ലെങ്കിൽ ഏത് വെയർ ഹൗസ് ചൂസ് ചെയ്യണം, എങ്ങനെ അത് സ്റ്റോക്ക് ചെയ്യണം, എങ്ങനെയായിരിക്കും അതിൻ്റെ സ്റ്റോറേജ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എങ്ങനെയായിരിക്കും, ആ ഡോക്യുമെൻറ്റ്സ് തന്നെ നമ്മൾ എയർ വഴിയാവാം ഓഷ്യൻ വഴിയാവാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ഇവർക്ക് ഗൈഡൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ മൊഡ്യൂൾസും കവർ ചെയ്തു പോകുന്നത്. പിന്നെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ C&F കരിയർ ഫോർവേഡ് ഏജൻറ്റുമാർ ധാരാളം വരുന്നുണ്ട്. പല സ്ഥാപനങ്ങൾ മാനുഫാക്ചറിങ് അവിടെയാണ്, ബോംബെയിലായിരിക്കാം. എസ്പെഷ്യലി നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ധാരാളം പ്രൊഡക്റ്റുകൾ C&F പോലെ കൊടുക്കുന്നുണ്ട്. അതും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ലേ ലോജിസ്റ്റിക്സ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച്? അതെ, അവർക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കാരണം പല സ്ഥാപനങ്ങളും ഓഫർ ചെയ്യുന്നുണ്ട് ഫ്രാഞ്ചൈസി മോഡൽ വർക്ക് ചെയ്യാനായിട്ട്. അതായിട്ടാണ് C&F ഒക്കെ അതിനകത്ത് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ധാരാളം കമ്പനീസ്, ഏറ്റവും കൂടുതൽ എൻ്റെ കൺസിഡറേഷനിൽ, എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ചെന്നൈയാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഈവൻ ദോ സൗത്ത് വിശാഖപട്ടണം പോർട്ട് കിടക്കുന്നു, അതേപോലെ തന്നെ മംഗലാപുരം, അതേപോലെ തന്നെ ഈ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് ലോജിസ്റ്റിക്സ് കമ്പനീസ് ധാരാളമുണ്ട് കമ്പയർ ടു കേരള. ബട്ട് കേരളം ഒട്ടും പുറകിലല്ല. അതേപോലെ തന്നെ ധാരാളം വലിയ വലിയ കമ്പനികൾ എക്സ്പോർട്ടിലൊക്കെ ധാരാളം കമ്പനീസ് കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇത് അവസരമാക്കി ഇപ്പോൾ കൊല്ലത്ത് പോർട്ട് ഇപ്പം ഉടനെ കണ്ടുപിടിക്കുക, കൊല്ലത്ത് പോർട്ട് എന്നുള്ളൊരു പ്രോജക്റ്റ് ഗവൺമെൻറ് മനസ്സിലിപ്പം, സ്റ്റേറ്റ് ഗവൺമെൻറ് മനസ്സിലും സെൻട്രലിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയെ സംബന്ധിച്ച് ധാരാളം വെയർഹൗസും എല്ലാ സെക്ഷനും ഈ ഷിപ്പിംഗ് കമ്പനീസ്, ഷിപ്പിംഗ്, C&F ഏജൻറ്റ്, ക്ലിയറിങ്, അതുപോലെ തന്നെ ഈ ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനീസ് ധാരാളമുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അവസരമാക്കി മാറ്റാനായിട്ട് എല്ലാ കാൻഡിഡേറ്റ്സും ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതെ, കറക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമുക്ക് സ്റ്റുഡൻസ് അത്രയും ഈ ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് കോഴ്സിൽ എൻറോൾമെൻറ്റ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ പോലും കുട്ടികൾ പലരും മറ്റ് കോഴ്സുകൾക്ക് പോയിട്ട് തിരിച്ചു വരുന്നവരാണല്ലോ ഞാൻ കൂടുതൽ കാണുന്നത്. കാരണം അവർക്ക് പല കോഴ്സുകൾക്കും പോയിട്ട് അവസാനം ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി കൂടുതൽ, അതുകൊണ്ടായിരിക്കാം ഗവൺമെൻറ് തന്നെ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ ഇൻറ്റേൺഷിപ്പിന് ഇമ്പോർട്ടൻസ് എത്രത്തോളം കുട്ടികൾ യൂട്ടിലൈസ് ചെയ്യുന്നു, ഇതെല്ലാം ഫെസിലിറ്റീസ് കുട്ടികൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള അടുത്ത ചോദ്യം വരുന്നത്. ഇപ്പം നമ്മളിതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ക്യാൻഡിഡേറ്റിന് താല്പര്യം പറഞ്ഞല്ലോ. കാരണം പല കോഴ്സിന് പോയിട്ട് ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത കോഴ്സിന് വരിക, കോഴ്സ് ഡ്രോപ്പ് ഔട്ട് ധാരാളം വരുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം കോഴ്സിന് വന്നിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പലരും ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നു. അതിനെന്തായിരിക്കാം ഒരു കാരണം? മറ്റുള്ള കോഴ്സുകൾ എന്തുകൊണ്ട്, അതും ഷോർട്ട് കോഴ്സാണ്, അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് എന്തുകൊണ്ട് ഇതിന് വരുന്നു? അത് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ ആ ഒരു ലെവൽ അവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയായിരിക്കും. എക്സാംസ് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ വളരെ ഒരു ആവറേജ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ക്യാൻഡിഡേറ്റിനെ സംബന്ധിച്ച് ഇത് പിക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അതെ, അതേപോലെയാണ് നമ്മുടെ കോഴ്സിൻ്റെ സിലബസ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അതായത് ഈവൺ ഒരു 10th കഴിഞ്ഞ അല്ലെങ്കിൽ +2 കഴിഞ്ഞ കുട്ടിക്ക് എങ്ങനെ ഗ്രാസ്പ് ചെയ്യാം, അല്ലെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിലായിരിക്കും നമ്മുടെ സിലബസ്. അത്രത്തോളം ഇപ്പോൾ ടെക്നിക്കൽ കോഴ്സുകളിലൊക്കെ പോകുമ്പോൾ അത്രത്തോളം ടെക്നിക്കലി വർക്ക് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ സ്മൂത്ത് ആൻഡ് സിമ്പിൾ സിലബസും ഈസി ടു ഡൈജസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. അതെ, ഈസി ടു ഡൈജസ്റ്റ് എന്ന രീതിയിൽ. പിന്നെ നമ്മൾ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മൾ ഈ തിയറി കൊടുക്കുന്ന ക്ലാസ്സസ് എല്ലാം ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്റേൺഷിപ്പിലേക്ക് കൂടെ അവർ കിടക്കുമ്പോൾ അവർക്ക് കംപ്ലീറ്റ് ആയി, ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയി, അവർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനും ഒരു വർക്കിലേക്ക് വരുമ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാനും ഒക്കെ അവർ ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അക്കാഡമിക് ബോഡീസൊക്കെ നോക്കുമ്പോൾ ഒരുപാട് സർട്ടിഫിക്കേഷൻ ബോഡീസൊക്കെ വന്ന് മാർക്കറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ. കാരണം പഴയതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പല സർട്ടിഫിക്കേഷൻസ് പലരും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മളെന്തായാലും ഒരു ഇന്ത്യൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഭയങ്കര വലിയൊരു അപ്പർ ഹാൻഡ് ഇപ്പോൾ നമുക്ക് ഓൾ ഓവർ വേൾഡിലുണ്ട്. കാരണം ഇന്ത്യയിൽ ഒന്നാമത്തെ കാര്യം ഇമ്പോർട്ടൻസ് കൂടുന്നു, 2 മാനുഫാക്ചറിങ് സെക്ടറിൽ ധാരാളം കൂടുന്നു. അതേപോലെ തന്നെ അങ്ങനെ വ്യത്യസ്തമായിട്ട് വരുമ്പോൾ ഇത് ശരിക്കും എൻകാഷ് ചെയ്യാനായിട്ട് ഈ ഒരു മേഖലയ്ക്ക് സാധിക്കും എന്നുള്ളത് കോൺഫിഡൻറ്റ് നമുക്കുണ്ട്. അതെ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഷോർട്ട് ടൈം കോഴ്സിൽ ഇത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഈ ക്യാൻഡിഡേറ്റ്സിന് ആ ഒരു മാർഗ്ഗദർശനം ഗവൺമെൻറ് തന്നെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ കരിക്കുലത്തിനെ സംബന്ധിച്ച് സിലബസ്, അതായത് അക്കാഡമിക് ടീം എന്ന ലെവലിൽ ഒരു ടീമിലുള്ള ആളാണല്ലോ അക്കാഡമിക് ടീം, മറ്റുള്ള ബോഡീസിൻ്റെയും സർട്ടിഫിക്കേഷൻ ബോഡീസിൻ്റെയും കോമ്പറ്റീറ്റേഴ്സും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ട്രെയിനിങ് മെത്തഡോളജി, അതായത് മോഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ തന്നെ പല കോഴ്സുകൾ എടുത്ത് ഡ്രോപ്പ് ഔട്ട് ആയി വരുന്ന സ്റ്റുഡൻസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് കോഴ്സുകൾ തന്നെ എടുത്ത് ഡ്രോപ്പ് ഔട്ട് ആവുന്ന സ്റ്റുഡൻസും ഉണ്ട്.
അപ്പോൾ അവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് നമ്മുടെ സിലബസ് കുറച്ചും കൂടി അവർക്ക് ഗ്രാസ്പ് ചെയ്യാവുന്ന രീതിയിലും നമ്മൾ കൊടുക്കുന്ന ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണെങ്കിലും ആ ഒരു രീതിയിലാണ് അവർ കുറച്ചും കൂടി സിമ്പിൾ ആവുന്ന മനസ്സിലാക്കാൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക്. അപ്പോൾ എന്തായാലും ഒരു വലിയൊരു ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റി ഈ മേഖലയിലുണ്ടെന്ന് നമ്മൾ കാലം തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഫർദർ ഇത്രയും ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ വന്ന് വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്കഷനിൽ എനിക്കുണ്ടായത്. കാരണം നമ്മൾ നിരന്തരം ഒരുപാട് ഷോർട്ട് ടൈം കോഴ്സസ് കൊടുക്കുന്നതിനകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്ന അത്രയും ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു വലിയ മേഖലയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തായാലും ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ടെക്സ്റ്റോറിനെ സംബന്ധിച്ചൊരു വലിയ ഒരു പൊൻതൂവലായിട്ട് കാണട്ടെ. ധാരാളം ആളുകൾക്ക് നമുക്ക് ഓൺലൈനിലും അതേപോലെ തന്നെ ഡയറക്റ്റ് വന്ന് നമ്മളുടെ എല്ലാ ഫെസിലിറ്റീസും യൂട്ടിലൈസ് ചെയ്ത് പഠിച്ച് വളരാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച് ജസ്ന. താങ്ക് യു സർ.